നമസ്കാരം. നാടിനെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കം മാറും മുമ്പേ ചുരൽമലയ്ക്ക് അടുത്തായി വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുകയാണ്. ചുരൽമലയുടെ 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള കരിമറ്റം മലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ശക്തമായ മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. മെയ് 28-നായിരുന്നു സംഭവം നടന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യം അറിയാൻ 2 ദിവസം വേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതീവ ജാഗ്രതാ മേഖലയിൽ ഇത്രയും വലിയ സംഭവവികാസം ഉണ്ടായിട്ടും അറിയാൻ വൈകി സർക്കാർ സംവിധാനങ്ങൾ എന്നൊരു വിമർശനം ശക്തമായി ഉയരുന്നുണ്ട്. മുണ്ടക്കൈയിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള കരിമറ്റം മലയിൽ ഇത്രയും വലിയ പ്രകൃതി ദുരന്തമുണ്ടായിട്ടും സർക്കാർ സംവിധാനങ്ങൾ അലംഭാവം കാട്ടിയതോടെ ആശങ്ക ശക്തമാവുകയാണ്. വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടം. വനമേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് കൂടി ഒഴുകുന്ന അരണപ്പുഴയിലേക്കാണ് ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഒലിച്ചിറങ്ങിയത്. തുടർന്ന് മെയ് 30-ന് ദുരന്തമുണ്ടായി 2 ദിവസത്തിനു ശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയ പ്രാഥമിക പരിശോധനകൾ നടത്തി. മേപ്പാടി റേഞ്ചിലെ ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഇവിടെ പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ജനവാസ മേഖലയിൽ നിന്നും അകലെയായി മുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്ന ആരോപണം ശക്തമാണ്. കാലവർഷം നേരത്തെ എത്തിയതോടെ മെയ് മാസത്തെ അവസാനത്തെ ആഴ്ച ശക്തമായ മഴയാണ് വയനാട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ പെയ്തത്. എന്നാൽ സാധാരണഗതിയിൽ നൽകുന്ന മഴ മുന്നറിയിപ്പുകൾക്ക് അപ്പുറം കരിമറ്റം മലയിലോ സമീപ പ്രദേശങ്ങളിലോ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് എന്ന് യാതൊരു മുന്നറിയിപ്പും നൽകിയതായി വിവരമില്ല. അതേസമയം കരിമറ്റം മലയും ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള മേഖലയാണെന്നാണ് വിവരം. നേരത്തെ 1984-ൽ ഇവിടെ ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 18 പേർക്ക് ജീവൻ നഷ്ടമായി. വീണ്ടും 4 പതിറ്റാണ്ടിന് ശേഷം ഇവിടെ ഉരുൾപൊട്ടിയില്ലെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ അകന്നുപോയതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് എല്ലാവരെയും നടുക്കിയ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലുണ്ടായത്. മുണ്ടക്കൈ, ചുരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവയിലേക്കുള്ള പ്രദേശങ്ങളാണ് ദുരന്തം നാശം വിധിച്ചത്. 400-ലധികം പേർ പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ വീടുകളും കെട്ടിടങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ ഒരു ടൗൺ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.